ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്കിവിടെ സുഖം തന്നെയാണ്. കാരണം നമ്മുടെ പുതിയ ഫ്ലാറ്റിലെ അന്തരീക്ഷമൊക്കെ ആയിട്ട് ഇങ്ങനെ ചേർന്ന് വരുന്നുണ്ട്. ഇവിടെ ഒരു 10-26 നല്ലൊരു 5 ടവറൊക്കെ ഉണ്ട്. അതിൽ ഞാൻ താമസിക്കുന്ന ടവർ 2-ലാണ്. അതിലും 24ാമത്തെ ഫ്ലോറിലാണ് ഞാൻ താമസിക്കുന്നത്. ഇതൊരു 1 ബെഡ്റൂം ഫ്ലാറ്റാണ്. 1 ബെഡ്റൂം വെച്ചാൽ ഒരു ബെഡ്റൂമും ഒരു ഹോളും ഒരു കിച്ചനും എല്ലാം കൂടെ ഒരു 1 ബെഡ്റൂം. ഞാനും മോനുസ് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് ധാരാളമാണ്. അന്നേരം നമ്മൾ ഇതുവരെയ്ക്കും ജീവിച്ച ജീവിത രീതിയിൽ നിന്ന് ഒന്ന് കുറച്ച് ചുരുങ്ങിയപ്പം എന്താ പറയുക, മണി ലാഭം. അനാവശ്യമായി പൈസകൾ കയ്യിൽ നിന്ന് ചിലവാകില്ല ഞാൻ നോക്കിയപ്പം. കാരണം ഇവിടെ ആണെങ്കിൽ സെർവൻറ്റ് വേണ്ട, ഞാൻ തന്നെ തുടയ്ക്കണം. അതുപോലെ എല്ലാ ജോലികളും ഞാൻ തന്നെ ചെയ്യണം. അവിടെയാണെങ്കിൽ ജോലിക്കൊരു കൊച്ച് വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് സ്ഥലമേ ഉള്ളൂ. ഫർണിച്ചറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. അന്നേരം ഇതൊക്കെ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ലൈഫല്ലേ, അന്നേരം കൂടുതൽ എക്സ്പെൻസ് വേണ്ട. 2 പേർക്ക് എന്തിനാ ഇത്രയും വലിയ എക്സ്പെൻസ്? അതുകൊണ്ട് ചുരുക്കി ദൈവം വരെ എത്തി. ഇനി ഇതിൽ കൂടുതൽ ചുരുങ്ങി പോകുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. പിന്നെ കടയുടെ കാര്യത്തിൽ കട നല്ല രീതിയിൽ പോകുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വെബ്സൈറ്റ് കണ്ടിരിക്കും, www.saindevidesigns. അന്നേരം എല്ലാവരും ഓർഡർ ചെയ്യണം. പിന്നെ ഈ ഫ്ലാറ്റിൻ്റെ വിശേഷം പറയാൻ, ഇതൊരു 5 ടവറാണ്. അതിൽ എന്താ പറയുക, അതിവിശാലമായി ചെയ്തിരിക്കുന്നത് നല്ലൊരു ഫ്ലാറ്റാണ്. കാരണം ഒത്തിരി ആൾക്കാർ താമസിക്കാൻ കുറേ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇനി ഓരോരുത്തർ വരുത്തേ ഉള്ള ഓരോ പണികൾ നടക്കുന്നുണ്ട്. പിന്നെ നല്ല ആൾക്കാരാണെന്ന് തോന്നുന്നു. എനിക്കാരെയും പരിചയമില്ല. ഇവിടെ ഫ്ലാറ്റിൻ്റെ ലൈഫ് അറിയാമല്ലോ, ആരും പരസ്പരം മിണ്ടുകയോ എടുക്കുകയോ ചെയ്യില്ല. ഒന്നോർത്ത് അതാണ് നല്ലത്. അവിടുത്തെ അടുക്കളയുടെ രഹസ്യം ഇവിടെ അറിയേണ്ട, ഇവിടുത്തെ അടുക്കള രഹസ്യം അവരും അറിയണ്ട. അന്നേരം ഇതൊരു നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം പ്ലേ ഗ്രൗണ്ടും കുട്ടികൾ കളിക്കാനും, അതുപോലെ ക്രിക്കറ്റ്, ഫുട്ബോള് എല്ലാം, ബാഡ്മിൻ്റൺ എല്ലാം കളിക്കാനുള്ള വലിയ സ്പേസ്, ഒരു 2.5 ഏക്കറോളം ആയി ഇങ്ങനെയുള്ള സ്ഥലം ഇവിടെ ഉണ്ട് കളിക്കാനൊക്കെ ഉള്ളത്. എനിക്ക് എനിവേ പറയാമെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു. അടിപൊളി. എന്താ പറയുക, വേറൊന്നും പറയാനില്ല ഫ്ലാറ്റിനെ കുറിച്ച്. പിന്നെ ഇവിടുത്തെ ഹോം ടൂർ ഞാൻ ഒരു ദിവസം ചെയ്യുന്നതായിരിക്കാം. പിന്നെ മോർണിംഗിന് എഴുന്നേറ്റ് ഇവിടെ വന്ന് രാവിലെ മൂന്നൂസ് പോയി. ഇന്ന് ബ്രെഡും കോഫിയായിരുന്നു. അത് കഴിച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുക്കറിൽ അരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരിക്കൽ ഞാൻ ചെയ്യാം, ഹോം ടൂർ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കാരണം ഇനി ഒരു സെറ്റിങ് കൂടെ വരാനുണ്ട്. വന്നതിന് ശേഷം ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് ഓരോരോ ദിവസം നമ്മുടെ ലൈഫിൽ കടന്നിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അറിയാമല്ലോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, നമ്മുടെ രാജ്യത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാവരും. അന്നേരം എല്ലാവരും പ്രാർത്ഥിക്കുക. അതൊക്കെ പറയാനുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് മീഡിയയുടെ കാര്യം പറയാനാണെങ്കിൽ, അനാവശ്യമായി ഇങ്ങനെ അവരെന്തോ ഉത്സവം പോലെയാണ് ഈ ഒരു കാര്യം കാണുന്നത്. അത് വളരെ മോശമാണ്. കാരണം നമ്മളെല്ലാവരും ജാഗ്രതയോടും നല്ല പ്രാർത്ഥനയോടും ഇരിക്കേണ്ട ടൈമാണ്. ചുമ്മാതൊരു ക്രിക്കറ്റ് കളി കാണുന്ന രീതിയിൽ ഇത് കാണരുത്. മീഡിയയോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ്: ഇത് ക്രിക്കറ്റ് കളിയല്ല, 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസാണ്. അത് നമുക്ക് തമാശ രീതിയിലോ ഇല്ലെങ്കിൽ ആ ഒരു രീതിയിലോ ഒന്നും പറയാനുള്ളതല്ല. ഇവിടെ മിക്ക ന്യൂസ് ചാനലുകളും കാണിക്കുന്നത് പക്ക തെമ്മാടിത്തരം തന്നെയാണ്. അത് പറയുന്നുണ്ട്, വേറൊന്നും വിചാരിക്കരുത്. ആരെയും കൊള്ളിച്ചല്ല, പക്ക തെമ്മാടിത്തരമാണ് ഇവിടുത്തെ മീഡിയകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തെമ്മാടിത്തരം തന്നെ പറയണം. കാരണം വേറൊന്നും കൊണ്ടല്ല, ആ ന്യൂസ് വിടുന്ന ഓരോ രീതി, എന്തോ ഉത്സവം കാണുന്ന ആരവത്തോടെയാണ് അത് പ്രതികരിക്കാൻ നിൽക്കുന്ന ഓരോ ആൾക്കാരുടെ രീതികൾ ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞ എല്ലാ ചാനലും, ഈ ന്യൂസ് ചെയ്യിക്കുന്ന മിക്ക ചാനലുകളും കാണിക്കുന്ന പ്രവൃത്തി വളരെ മോശമാണ്. അതിനി എനിക്ക് എൻ്റെ ചാനലിന് പറയാൻ പറ്റാത്തത് കൊണ്ടല്ല, ഞാൻ കണ്ട നമ്മുടെ കേരളത്തിൽ ഓടുന്ന മിക്ക ന്യൂസ് ചാനലുകളും ഒരു ക്രിക്കറ്റ് കളിയോ ഇല്ലെങ്കിൽ അത് കാണുന്ന ഒരു ആരവത്തോടെയാണ് നമ്മളുടെ രാജ്യങ്ങൾ തമ്മിൽ, 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ കാണുന്നത്. അത് വളരെ മോശമാണ്. കാരണം ഇനി എത്രയൊക്കെ നമ്മൾ വളർന്നാലും നമ്മുടെ രാജ്യത്തിനോടുള്ള ഒരു അന്തസ്സും അഭിമാനവും നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പറഞ്ഞു പോയതാണ്. ആർക്കും കൊള്ളാനോ കൊടുക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല പറഞ്ഞത്. എനിക്ക് എൻ്റെ മനസാക്ഷി തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയോട് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടും പ്രാർത്ഥനയോടും ഇരിക്കുക. ഇത്ര മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. പിന്നെ ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്ന എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.